ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ഇരവിപുരം ആണ്. അപ്പം നല്ല അടിപൊളി ഗോൾഡൻ റിട്രൈവർ പപ്പീസിനെ വീഡിയോസിലൂടെ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് പപ്പീസിനെ നോക്കാം. സോ ഇതാണ് പപ്പീസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പപ്പീസിന് ഇപ്പോൾ ഏകദേശം 40 ദിവസമാണ് പ്രായമായിട്ടുള്ളത്. മെയിൽ പപ്പീസ് ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല പോ സൈസും നല്ല ഹെഡും നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡൻ റിട്രൈവർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പപ്പീസിന് റോയൽ ക്യാനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്, ഹോംലി ഫുഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പപ്പീസിന് ഈ വാങ്ങിക്കുന്നവർക്ക് എന്തായാലും ഹോംലി ഫുഡ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മീനിന്റെ മുള്ള് കൊടുക്കരുത്, അതുപോലെ തന്നെ ചിക്കൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ല് കൊടുക്കരുത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ഇത് പപ്പീസാണ്. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എല്ലൊക്കെ കൊടുത്ത് ശീലിപ്പിക്കാവുള്ളൂ. പിന്നെ ഗോൾഡൻ റിട്രൈവർ ആണെങ്കിൽ ഇപ്പോൾ 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നല്ല ഗോൾഡ് ആയിരിക്കും, പിന്നെ ഒന്നെന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇവരെന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പം ഗോൾഡൻ റിട്രൈവറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം സൈസ് ഒക്കെ വരുന്നവരാണ് ഇവര്. പക്ഷെ എന്നാലും വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങും, നല്ല ഫാമിലി ഡോഗ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പം ഗോൾഡൻ റിട്രൈവറിനെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ വാങ്ങിക്കുക. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ എന്നൊക്കെ പറയുന്ന അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഇവർ അങ്ങനെയല്ല, ഇവർ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പം ഇവരെ ഗാർഡിങ് പർപ്പസിനാന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പ്ലേഫുൾ ഒക്കെ ആയിട്ട് നല്ലൊരു കമ്പാനിയൻ ആയിരിക്കും ഗോൾഡൻ റിട്രൈവേഴ്സ്. അപ്പോൾ ഈ ഒരു പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിലവിൽ ഇപ്പോൾ ഇവരുള്ളത് കൊല്ലത്താണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. താങ്ക്